പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറവി. അപ്പൊ നമ്മൾ ഇന്ന് പുറത്തു പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. എടത്തേക്ക് പോകുന്നു ഓവി? നെസ്റ്റോളോ അല്ലെങ്കിൽ ലുലുലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോവും. എവിടെയാന്നുള്ളത് ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ അത് പ്ലാൻ ചെയ്യാൻ പോകുന്ന ഇനിയിപ്പോ വിബിയാനുള്ള ഡ്യൂട്ടി കഴിഞ്ഞ് വരണതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്യലോ അല്ലോ ഓവി? അപ്പൊ വലിയ ഷോപ്പിംഗ് ഒന്നും ആയിരിക്കില്ല, ചെറിയ ഷോപ്പിംഗ് ആയിരിക്കും. അപ്പൊ എന്തായാലും എനിക്ക് പറ്റുന്ന ക്ലിപ്പിംഗ്സ് ഒക്കെ കുറച്ച് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം കേട്ടോ. അപ്പൊ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ചാനലാണ്. അപ്പൊ എല്ലാരും നമ്മള് എന്താ സബ്സ്ക്രൈബ് ചെയ്യാ. എന്ത് ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെന്ത് ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യാ. പിന്നെ കമന്റ് ഇടുക കേട്ടോ എല്ലാരും. അപ്പൊ വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. ബൈ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു തീരുമാനം എടുത്തു. നെസ്റ്റോയിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വരാന്ന് കേട്ടോ. അപ്പൊ വിചാരിച്ച പോലെ അല്ലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു നെസ്റ്റോയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ എത്തിയതിനു ശേഷമാണ് നമ്മുടെയൊക്കെ കിളി മാറിപ്പോയി എന്ന് പറയാലോ, അത്രക്ക് തിരക്കായിരുന്നു. പിന്നെ വണ്ടിയൊന്നും അകത്തേക്ക് കയറ്റാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പുറത്താണ് ലാസ്റ്റ് ഇട്ടത്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഈ തിരക്കും ബഹളമുള്ള സ്ഥലത്തേക്കൊന്നും പോവാൻ. അപ്പൊ മക്കള് രണ്ടുപേരും ഹാപ്പിയാണ്, അത്രയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ആർക്കാണ് ഗുണം ഉണ്ടായെന്ന് നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ. കാരണം ആ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മോള് നെസ്റ്റോൾ വന്നതിൻ്റെ ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ. ട്രോളിയൊക്കെ അവൾ തന്നെ ഉന്തിക്കൊണ്ടിരുന്നത് ഒരുപാട് നേരം. അപ്പോൾ അത് അവളുടെ ഫേവറേറ്റ് സെക്ഷനിലെത്തി. അവളുടെ മാത്രമല്ല ഞങ്ങളുടെ ഫേവറേറ്റ് സെക്ഷനാണ് ഇതൊക്കെ. അപ്പം ഞാൻ ഓരോ സാധനത്തിൻ്റെ വിലയൊക്കെ നോക്കാം കേട്ടോ. ഭയങ്കര റേറ്റാണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുന്ന റേറ്റ് ആട്ടോ. ഓരോ സാധനത്തിൻ്റെ റേറ്റ് ഞാൻ എടുത്തെടുത്ത് നോക്കും. പക്ഷെ ഒരു കാര്യമില്ല, സാധനങ്ങളൊക്കെ അറിയാതെ എടുത്തു പോവും. ലാസ്റ്റ് ബില്ല് വരുന്ന സമയത്ത് അയ്യോ എന്ന് പറഞ്ഞ ഒരു ഇരിപ്പുണ്ട് ഞാൻ. അതാണ് എനിക്ക് ഏറ്റവും വലിയ എനിക്ക് പുറത്തിറങ്ങാനേ മടി. അതുകൊണ്ടാണ് കേട്ടോ. പുറത്തിറങ്ങി അപ്പം ക്യാഷ് പോവും. അതുകൊണ്ട് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കാറുള്ളത്. കാരണം മോക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടാവും. എനിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് വേണം ഇത് വേണം എന്നുള്ളൊക്കെയുള്ള വാശി ഉണ്ടാവും. ബിബിയണ്ണ ഒരിക്കലും മോളോട് നോ പറയാറില്ല കേട്ടോ. ഒരു കാര്യങ്ങൾക്കും അവൾ എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും അത് മാക്സിമം സാധിച്ചു കൊടുക്കാനേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും നോ പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ എന്നോടാണ് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നെങ്കിൽ ഞാൻ അപ്പം നോ എന്ന് പറയും കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു മടിയും ഇല്ല. കണ്ടില്ലേ, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട്. ലാസ്റ്റ് അവളുടെ സാധനം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഓവിയക്ക് ഇത് തന്നെയാണ് കേട്ടോ, പർച്ചേസിങ്. അടുത്തത് ഈ എടുത്തുകൊണ്ട് വരുന്നത് ക്ലേ ആണ് കേട്ടോ. ഒരുപാട് ക്ലേസ് വാങ്ങും, ഒരാഴ്ച പോലും യൂസ് ചെയ്യില്ല കേട്ടോ. ഒരു പ്രവാസി ആയതുകൊണ്ട് തന്നെ വിവ്യാന് കൂടുതൽ ടൈമൊന്നും മോളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മോളുടെ ചെറുപ്പകാലത്തൊന്നും അച്ഛൻ്റെ കൂടെ അങ്ങനെ മോൾക്ക് എൻജോയ് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ടൈം കിട്ടുന്നത് കേട്ടോ. അപ്പം മാക്സിമം അവളത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവ്യാന് ഒരിക്കലും നോ പറയില്ല എന്ന് അവൾക്ക് അറിയാം. അപ്പം എല്ലാ സാധനങ്ങളും വാങ്ങുക കേട്ടോ. അപ്പം മോളുടെ സന്തോഷമാണല്ലോ നമ്മളുടെ സന്തോഷം. അപ്പം എല്ലാം എന്താ വാങ്ങി.
ഞങ്ങൾ ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് കുറച്ച് ഐറ്റംസും കൂടെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബില്ല് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല, കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. പോകാൻ കാണിച്ച തിരക്കൊന്നും തിരിച്ചു വരുമ്പോൾ ആർക്കും ഉണ്ടാവില്ല, അതെപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മളെ ഷോപ്പിംഗ് വീഡിയോ, അത് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയൊരു ചാനലാണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.